ഈ രാധിക ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി പെണ്ണ് കാണാൻ പോയി. അത് കല്യാണത്തിന് മുമ്പാ. ഞാൻ ഈ മറപ്പണ്ണല്ലേ, അപ്പൊ നമ്മള് അമ്മയുടെ വീട്ടിൽ വന്ന് നിക്കുവല്ലോ. അപ്പൊ ഇങ്ങ് മാറിയ സന്തോഷിന്റെ വീട്. അപ്പൊ നാത്തൂനാന്നെ അങ്ങ് വെളിയില് അവര് ഭർത്താവിന്റെ കൂടെ ആയിരുന്നു. അപ്പം ഒരു പെണ്ണായിട്ട് ആരെങ്കിലും കൂടെ പോണമല്ലോ എന്ന് പറഞ്ഞ അമ്മുമ്മയും ഞാനും വേറെ 2-3 പേരൂടെ പോയി. അങ്ങനെ പെണ്ണിനെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ വരുമ്പം അത് നടക്കത്തില്ല, എങ്ങനെയായാലും നടക്കത്തില്ല. ഒരു ദിവസം ആണെങ്കിൽ അമ്മുമ്മ പറഞ്ഞു, എന്തിനാ ഇനി വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കുന്നത്, നമ്മുടെ ഒരു കൊച്ചിവിടെ നിൽക്കുമ്പം എന്തിനാ നീ വേറെ വല്ലയിടത്തും ഒക്കെ നോക്കാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് ഈ കൂടെ നിൽക്കുന്ന നമ്മുടെ കുടുംബക്കാരും എന്റെ മോന്തൊക്കെ നോക്കുന്നില്ല. ആൻറ്റി നമ്മുടെ കൊച്ചുണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് അവളെ അങ്ങ് കെട്ടിക്കാന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും നോക്കുന്നത് ഇവളായിരുന്നു. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഉള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ആ കല്യാണം മൊത്തവും മുടക്കിയത് ഞാനായിരുന്നു. ചേച്ചി മക്കളെന്ത് ചെയ്യുന്നു? മോനെ ഇപ്പൊ മിലിറ്ററിയില് ആർമിയിലെ ട്രെയിനിങ്ങിലാ. ദേവനാരായണൻ. എന്റെ കുഞ്ഞ് ഗോവയിലാ. ആണോ? അയ്യോ ട്രെയിനിങ് അല്ലയോ. ലീവ് ഒക്കെ എങ്ങനെയാ അപ്പൊ അവിടുത്തെ? അങ്ങനെ ഇല്ല മക്കളെ, ഇപ്പൊ തുടങ്ങിയല്ലേ, 2 മാസമല്ലോ. അവന് 19 വയസ്സേ ഉള്ളൂ. ഞാൻ പറയും മക്കളെ കഷ്ടപ്പാടാ, പോകണ്ട എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു അതിന് കിട്ടുന്ന വിലയോളം വേറൊരു ജോലിക്കും ഇല്ല അമ്മ എന്ന് പറഞ്ഞു.